أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد اللهم بارك لنا في بكورنا അല്ലാഹു നമുക്ക് ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷ സമാധാന ആഫിയത്ത് റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റബീഇലെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച കൂടി നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതിയവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തസ്ബീഹ് നമസ്കരിച്ചവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർക്ക് യാസീൻ ഓതിയവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. ഇതൊക്കെ ഈ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടുന്ന അമലുകളാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫും തസ്ബീഹൊക്കെ നമസ്കരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റ് ഇടുക. ബാക്കിയുള്ളവർക്ക് കൂടി അത് പ്രചോദനമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച നമ്മൾ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് വമ്പൻ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമഅ ദിവസത്തിൽ ജുമഅ നമസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ഈ സൂറത്തുകൾ, ഈ കൊച്ചു സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ വലുതാണ്. നമ്മുടെ മുൻഗാമികൾ പഴയ കാലഘട്ടം മുതലേ നമ്മുടെ പള്ളികളിലൊക്കെ ചൊല്ലി വരുന്ന അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ഒന്നാമത്തെ സൂറത്ത് 7 പ്രാവശ്യം ജുമഅ നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ബാക്കിയുള്ള ദിക്റുകളിലേക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദി എന്ന് തുടങ്ങുന്ന ദിക്ർ, ആയത്തുൽ കുർസി, സുബ്ഹാനല്ലാഹ്, ആ ദിക്റുകളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പായിട്ട് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറ, 7 പ്രാവശ്യം സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറ, 7 പ്രാവശ്യം സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറ. ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ വലുതാണ്. ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെ അല്ലാഹു, ചെറിയ പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്നാണ്. ചെറിയ പാപങ്ങളാണ് ഹസനാത്തുകളെ കൊണ്ട് അല്ലാഹു പൊറുക്കുക. വലിയ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ വേണം. ഇസ്തിഗ്ഫാർ കൊണ്ട്, ഹസനാത്തുകളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ടൊക്കെ ചെറിയ പാപങ്ങളാണ് പൊറുക്കുക. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചെറിയ പാപങ്ങളും കഴിഞ്ഞു പോയതായ വരാനിരിക്കുന്നതായ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പാപം ചെയ്യാനുള്ള അവസരം, ആ ഒരു സാഹചര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുമെന്നുള്ള തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കഴിഞ്ഞു പോയ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ നേട്ടം എന്നുള്ളത് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിച്ച സൃഷ്ടികളുടെ എണ്ണം അനുസരിച്ച്, അതിൽ മനുഷ്യന്മാരുണ്ട്, അതിൽ ജിന്നുകളുണ്ട്, അതിൽ മലക്കുകളുണ്ട്, അതിൽ മറ്റു പടപ്പുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിച്ച കോടാനകോടി പടപ്പുകൾ, മഖ്ലൂഖ്, അല്ലാഹുവിന്റെ ഖൽഖുകൾ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ എത്ര കോടി പ്രതിഫലം വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ശേഷം ഈ ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ മഹത്വമുള്ള പ്രതിഫലങ്ങൾ, സമ്മാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് നമുക്ക് നൽകുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. ജുമഅയ്ക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. സ്ത്രീകൾ ളുഹർക്ക് ശേഷം അവരിത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്കും പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രണ്ട് വമ്പൻ പ്രതിഫലങ്ങൾ ഈ വെള്ളിയാഴ്ചയുടെ ഈ മഹത്തായ ദിവസത്തിൽ നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റബീഇലെ വെള്ളിയാഴ്ചയാണ്.
ഇബാദത്തുകളെ കൊണ്ട് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക, സ്വലാത്തുകൾ ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്ത് നേരിട്ട് കേൾക്കുന്ന ദിവസമാണ്. 80 സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്ന അത്ഭുതകരമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ദിവസത്തിൽ പരിശുദ്ധമായ റബീഇന്റെ അനുഗ്രഹീതമായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ മാക്സിമം സ്വലാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നാം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാം ചൊല്ലുന്ന ഇബാദത്തുകൾ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിന്റെ മിഥ്ല സവാബിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ആറടി മണ്ണിന്റെ ഉള്ളറയിൽ അന്തിയുറങ്ങുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.